ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഉടുക്ക് ഉണ്ടാക്കിയാലോ. ഇത് 2 ജാമിൻ്റെ ടിന്നാണ്. ഈ ടിന്നിൻ്റെ 2 അടപ്പിൻ്റെയും നടുക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെയാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇതൊരു പ്ലാസ്റ്റിക് കവറാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കഷ്ണം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ജാമിൻ്റെ ടിന്ന് ഇതുപോലെ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടും. അതിനെക്കാട്ടും കുറച്ചും കൂടെ വലുപ്പത്തിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. രണ്ട് പ്ലാസ്റ്റിക് കവർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടിന്നിൻ്റെ ഈ അടിഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അടപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഈ ഭാഗത്ത് ചെറിയ ഹോളുകൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊരു ഹോളാക്കി കൊടുക്കാം. ഇനി നമുക്ക് ജാമിൻ്റെ 2 ടിന്നും ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് ഒട്ടിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ടിന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഒരു ടിന്ന് പ്ലെയിൻ കളറാണ്, വെള്ളയാണ്. അതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടായിരുന്നു, അത് ഞാൻ അഴിച്ചു കളഞ്ഞു. പിന്നത്തെ ടിന്ന് അതുമുള്ള പെയിൻ്റാണ്, അത് കളയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു ക്രീം കളറാണ് ആദ്യം പെയിൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ബ്രൗൺ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടിന്ന് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചരടാണ്. ഈ ചരട് നമുക്ക് ഈ അടപ്പുമ്മ കോർത്ത് കൊടുക്കാം. ഈ ചരട് 2 അടപ്പുമ്മലും കോർക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചെണ്ടയൊക്കെ കണ്ടിട്ടില്ലേ, ചെണ്ടേമ ചരട് കോർത്തിരിക്കുന്നത്, ആ മോഡലിൽ വേണം നമുക്കിത് കോർത്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ അടപ്പിൻ്റെ ഹോളിലൊക്കെ ചരട് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ജാമിൻ്റെ ടിന്ന് ഈ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമുക്ക് ഉറപ്പിച്ച് കൊടുക്കണം. ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇതിനകത്ത് വെച്ചിട്ട് ആ ചരട് വലിച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ചരട് ഇതുപോലെയൊക്കെ ഒന്ന് വലിച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ബാക്കി വരുന്ന ചരട് ഇതുപോലെ കെട്ടി മുറുക്കി കൊടുക്കുക. ബാക്കിയുള്ള ചരട് കട്ട് ചെയ്ത് മാറ്റാം. ഇത് സാരിയൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ വയ്ക്കുന്ന പട്ടയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഉടുക്കിൻ്റെ സെൻറ്ററിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഉടുക്കിൻ്റെ പെയിൻ്റൊക്കെ കുറച്ച് ഇളകി പോയിട്ടുണ്ട്, അത് ഞാൻ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുത്തൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.